സഭയിൽ ഭിന്നസ്വരമോ എന്ന ചോദ്യത്തിന് സഭയിൽ ഭിന്നസ്വരമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സുജയ പറയുന്നതോട് ഞാൻ യോജിക്കുന്നു. കാരണം അധികാരം എവിടെയോ ആ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പൊതുവെ സഭയുടെ സമീപനം. അങ്ങനെ അധികാരത്തോട് ചേർന്ന് നിന്ന് അല്പം ഭയത്തോടെ നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി വരുന്നതാണ് ഭിന്നസ്വരമായി വരുന്നത്. അതിപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയോടെ നമ്മൾ കണ്ടു. അതല്ലാതെ പല പിതാക്കന്മാരും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ലത്തീൻ സഭയൊക്കെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, സിറോ മലബാർ സഭ എന്ന് പറയുന്നത് സഭകളിൽ ഈ സവർണ സംവിധാനമായി നിൽക്കുന്ന ഏറ്റവും വലിയ സഭയാണ്. അപ്പോൾ സിറോ മലബാർ സഭയിൽ ഭൂരിപക്ഷവും, എല്ലാവരും എന്ന് പറയുന്നില്ല, ഭൂരിപക്ഷവും ഈ തരത്തിൽ അധികാരമാരാണോ എവിടെയാണോ അവരുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയത്തിൽ തന്നെ ഓഫ് ദ റെക്കോർഡായി പലരും പ്രതികരിച്ചിട്ടുള്ളത്. ഓഫ് ദ റെക്കോർഡായി എന്ന് പറയുമ്പോൾ ആരുടെ പേര് പറയുന്നതിൽ നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ ഒടുവിലെടുത്ത നിലപാട് വളരെ ദുർബലമാക്കി എടുക്കുന്നു. അതായത് ഈ അഭ്യർത്ഥന അമിത്ഷായിലേക്ക് പോയ ശേഷം വളരെ മിതമായ രീതിയിലാണ് പ്രോസിക്യൂഷൻ പ്രതികരിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് നമ്മൾ പിണക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് സഭയിലൊരു ഭൂരിഭാഗം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സമ്പൂർണ്ണമായ പിണക്കം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇടയലേഖനം അങ്ങനെ വ്യാപകമായ രീതിയിൽ വായിക്കാതിരുന്നത്. നേരത്തെ ശ്രീ ആൻഡോ പറഞ്ഞത് ശരിയാണ്. അഥവാ ഈ ജാമ്യം ലഭിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ശക്തമായ പ്രതികരണം വന്നേനെ. ആ പ്രതികരണം വരുമ്പോഴും കേരളത്തിലുള്ള 18% എന്നുള്ളതാണ് രാജ്യത്താകെയുള്ള 2.3% എന്നുള്ള സഭയുടെ അവസ്ഥ. സഭയ്ക്കുടെ ആന്തരിക പ്രശ്നങ്ങൾ ഒരു വലിയ വിഷയം തന്നെയാണ്. സഭ അകത്തുനിന്നും ആഭ്യന്തരമായി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നമുണ്ട്. രണ്ടാമത്തത് കുടിയേറ്റ പ്രശ്നമാണ്. ഇപ്പോൾ തിരിച്ചു വരാത്ത പ്രവാസികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതുള്ളത് ക്രിസ്തു മതത്തിലാണ്. ഇപ്പോൾ പുറത്ത് അന്യ രാജ്യങ്ങളിലേക്ക് പോയവർ തിരിച്ചു വരുന്നില്ല, എണ്ണം കുറയുന്നു. ഇതൊക്കെ സഭയ്ക്കകത്തൊരു വിഷയമായിരുന്നു. കേസുകളുടെ വിഷയം, കേസുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണല്ലോ. ED അടക്കം, ഇൻകം ടാക്സ് അടക്കം വരുന്ന വിഷയങ്ങളുണ്ട്. അത് ആഭ്യന്തര പ്രശ്നമാണ്. ഇത് ബാധിക്കാത്ത പിതാക്കന്മാർ ശക്തമായി പ്രതികരിക്കും, ബാധിക്കുന്ന പിതാക്കന്മാർ അല്പം മിതമായി പ്രതികരിക്കും. അപ്പോൾ പിണക്കിയാൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. വേറെ രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇനി ദീപിക ബാധിക്കാത്ത പിതാക്കന്മാർ എന്ന് പറഞ്ഞ് സഭയെ സംശയ നിഴലിൽ നിർത്തരുത്. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായം സഭയുടെ വക്താവിനോട് കുറച്ച് പറയണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണം വരുന്നു. എന്റെ ഫ്ലോ തെറ്റിക്കരുത്. എന്റെ ഫ്ലോ പോയി, എനിക്ക് പറയാം, എന്റെ ഫ്ലോ പോയി. ഇതിങ്ങനെ ശരിയല്ല. അപ്പോൾ സഭയിൽ ഭിന്ന സ്വരമുണ്ട് എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം. അപ്പോൾ നല്ല രാഷ്ട്രീയ ബോധത്തിന്റെ കുറവ് അവിടെയുണ്ട്. നല്ല രാഷ്ട്രീയ ബോധത്തോടെ നെഞ്ചുറപ്പോടെ ശക്തമായി പ്രതികരിക്കുന്നവരില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇനി നേരത്തെ മുൻപുള്ള സാഹചര്യമായിരുന്നു. നേരത്തെ ശരിയാണ് സുജയ പറഞ്ഞത്. UDF-ൽ കേരള കോൺഗ്രസ് ഉണ്ട്, അപ്പുറത്ത് ഉമ്മൻചാണ്ടിയുണ്ട്. സഭയിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അവർക്ക് ചേർന്ന് നിന്ന് വിഷയങ്ങൾ പരിഹരിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല, ദേശീയ തലത്തിലും കോൺഗ്രസ് ഇല്ല. അപ്പോൾ എത്ര കാലമാണ് കാത്തിരിക്കുക? അപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ സുജിയ, ഇത് ശരിയല്ല, സമയം കഴിയാനാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. അപ്പോൾ ഞാൻ സുജിയുടെ ഇടപെടാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഭരിക്കുന്നവരുമായി ചേർന്ന് പോവുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. 2 കന്യാസ്ത്രീകൾ അവരുടെ കൊന്തയെടുത്ത് പോക്കറ്റിൽ വെച്ചാലും ചെരുപ്പിടിക്കാതെ ജയിലിൽ നിർത്തിയാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു ദുരവസ്ഥ സഭയ്ക്കുണ്ട്. അതാണ് ആത്യന്തികമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറം പ്രതികരിക്കും എന്നുള്ളത് അത് വിശ്വാസികളിൽ നിന്നാണ് ആ പ്രതികരണം വരിക. ആ പ്രതികരണം ഇപ്പോൾ തന്നെ വിശ്വാസികൾ രൂഢമൂലമായിരിക്കുന്നു, ശക്തമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിക്കും. ഇപ്പോൾ ഇപ്പോൾ ഭരണകൂടവുമായി നേരിട്ട് ഒരു ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒരു തരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരികയായിരുന്നു. ഈ തരത്തിൽ 2 ക്രിസ്ത്യൻ പ്രതിനിധികളെ കൊണ്ടുവരുന്നു. ഇപ്പോൾ അനൂപിനെയൊക്കെ ഇപ്പോൾ ഈ മൈക്ക് പിടിച്ച് വലിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടുവെങ്കിലും അദ്ദേഹം എടുത്തൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് എന്ന് വെച്ചാൽ വിശ്വാസികളെ ഞങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പുറത്ത് ഷോൺ ജോർജ് ഉണ്ട്. ഇപ്പോൾ അനൂപിനേക്കാൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ആക്സസ് ശരിക്കും ഷോണിനാണുള്ളത്. ഷോൺ വഴിയാണ് സഭയ്ക്ക് കുറച്ചുകൂടി. അതല്ലാതെ തന്നെ സഭ ബിഷപ്പ് അടക്കമുള്ളവർക്ക് നേതൃത്വവുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യത്തിലേക്കാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഈ തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇനി ദീപിക മുഖപ്രസംഗം ശക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ പിരിഞ്ഞു പോകാനായിട്ടില്ല, ഇനിയും വർഗീയ കൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, പിരിഞ്ഞു പോകരുത് എന്ന് പറയുന്നത്. ദീപികയിലെ മുഖപ്രസംഗം ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചേർന്നാണല്ലോ, എല്ലാ രൂപതകളും ചേർന്നാണല്ലോ ദീപികയിൽ വരുന്നത്. അപ്പോൾ അതിൽ ശക്തമായി പ്രതികരിക്കുന്നവർ കുറച്ചു കാലം പറയും, കുറച്ച് മിതമായി പ്രതികരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ മിതമായി പ്രതികരിക്കും. അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ സഭയുടെ ആകത്തുകയായ പ്രതികരണമായി ദീപികയുടെ മുഖപ്രസംഗത്തെയും നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ പക്ഷേ വന്നിരിക്കുന്ന പ്രതികരണം ശക്തമാണ്. ഇനി അടുത്തത് ഈ കാസ എന്ന് പറയുന്ന സംവിധാനത്തെ മുസ്ലിം വിരോധത്തിൽ ഊന്നിക്കൊണ്ട് ആ രൂപത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അടുപ്പിക്കാനുള്ളൊരു ശ്രമം ഇവിടെ BJP നടത്തിയത് ഒരു ഘട്ടം വരെയും വിജയിച്ചു എന്നുള്ളതാണ്. കാസ നമുക്കിപ്പോൾ ഗ്രൗണ്ടിൽ നോക്കിയാൽ കാസ അടി ഉണ്ടാക്കുന്നതോ വലിയ സംഘർഷം ഉണ്ടാക്കുന്നതൊന്നും കാണുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാസയുടെ റോൾ കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. ആ തരത്തിലൊരു വിദ്വേഷം
വലിയ തോതിൽ തന്നെ വിതയ്ക്കാൻ ഖാസയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സഭയ്ക്കൊരു പുനർവിചിന്തനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതവിടെ നിൽക്കുന്നു. ഇനി ഈ പറയുന്നവരെ സഭയുടെ വക്താക്കളായി വരുന്നവരുണ്ടല്ലോ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ ഇവിടെ തന്നെയുള്ള BJPയിലെ മറ്റൊരു വിഭാഗം എതിർക്കുകയാണ്. എന്താണ് അവർ പറയുന്നതെന്നറിയോ? രാഷ്ട്രീയമറിയാത്ത വ്യവസായി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതും ഇന്നുവരെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും യാദൃശ്ചികമായി സംഭവിച്ചല്ല. ചില അദൃശ്യ ശക്തികൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ്. 2050 ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ പ്ലാൻ 11 വർഷമായി വർക്കൗട്ട് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1.5 പതിറ്റാണ്ടായി ഗോവയിൽ BJP സർക്കാർ ഭരിക്കുന്നതും നോർത്ത് ഈസ്റ്റിലേക്ക് പാർട്ടി പടർന്നു പിടിച്ചതും കുരിശു കൃഷിക്കാർക്ക്, നിങ്ങളെ വിളിക്കുന്ന പേരാണ് കുരിശു കൃഷിക്കാർക്ക് തടസ്സം. പറയട്ടെ, ഞാൻ വായിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. എന്തിനേറെ പറയുന്നു, ഓൾ ഇന്ത്യ മതപരിവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കേരളത്തിൽ പോലും താമര വിരിഞ്ഞു. മണിപ്പൂരിൽ ഡീപ് സ്റ്റേറ്റ് നടത്തിയ അട്ടിമറി നീക്കം പൂർണ്ണമായും വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഛത്തീസ്ഗഡിൽ അവരുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ BJP തിരിച്ചു വന്നു. ഒരു സ്വാഭിമാനി ഹിന്ദു മുഖ്യമന്ത്രിയുമായി. നക്സൽ മതമാറ്റ മാഫിയക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ ആരംഭിച്ചു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും 1 സീറ്റും നേടി കേരളത്തിൽ BJP ശക്തമായി മുന്നേറ്റം നടത്തുന്നു. ഇത് അവസരമായി കണ്ട് സഭ BJP ദേശീയ നേതൃത്വത്തെ സമീപിക്കുന്നു. FCRA ഫണ്ട് നിയന്ത്രണമെന്ന പതിവ് തർക്കം മറച്ചുവെച്ച് BJPയുമായി വിലപേശൽ ആരംഭിക്കുന്നു. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരിക്കലെങ്കിലും സുരേഷ് ഗോപി ജയിക്കരുതെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പണിയെടുത്തവരാണ് കത്തോലിക്ക സഭ എന്നത് പരസ്യമായ രഹസ്യമാണ്. ഹിന്ദു ഏകീകരണം കൊണ്ട് മാത്രമാണ് ശക്തന്റെ തട്ടകത്ത് താമര വിരിഞ്ഞത് വളരെ വ്യക്തവുമാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തത് BJP തങ്ങളുടെ വഴിയെ നടത്താനാണ് സഭ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് സഭയുമായി നല്ല ബന്ധമുള്ള ഹിന്ദുത്വവാദി അല്ലാത്ത ചന്ദ്രശേഖരന്റെ രംഗപ്രവേശം. ഇങ്ങനെ പറയുന്നു. അടുത്ത വരി കേൾക്കൂ. പ്രസിഡന്റായിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും K. സുരേന്ദ്രൻ കറകളഞ്ഞ ഹിന്ദുത്വവാദിയായിരുന്നു. സുരേന്ദ്രൻ തുറന്നാൽ ഇനിയൊരു പക്ഷേ MT രമേശോ ശോഭാ സുരേന്ദ്രൻ വന്നാൽ പോലും സഭയുടെ കയ്യിൽ പാർട്ടിയുടെ ചരട് പൂർണ്ണമായി കിട്ടില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ എവിടെന്നാ വന്നെന്ന് വ്യക്തമായല്ലോ. അല്ല മാഡം, സോഴ്സ് പറയൂ. അല്ല, സോഴ്സ് ഒന്നും പറയാൻ സൗകര്യമില്ല സുജയ. അത് കൊള്ളാം, സൗകര്യമില്ല സുജയ. എന്തൊക്കെയോ ഉണ്ടാക്കി വായിച്ച് BJP ഇതൊക്കെ പടർന്നു പന്തലിച്ച ഇവിടെ തന്നെയുള്ള നേതാക്കൾ പറയില്ല. മുഖമില്ലാത്തവർ കാട് വരെ വോട്ടിനായി നെട്ടോട്ടം എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ പാഠം ഇട്ടിട്ട് ഞാൻ 24,000 കിലോമീറ്റർ ഓടി. അപ്പോൾ അവിടുന്ന് അനൂപ് ഞാൻ 12,000 കിലോമീറ്റർ ഓടി. ഈ കാർഡുണ്ടാക്കിയിരിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തകർക്കാൻ വേണ്ടി എടുക്കുന്ന പണി. ഞാനിരുന്ന് ഇത്രയും വലിയ കോപ്പി ഉണ്ടാക്കുകയായിരുന്നു. ഏതായാലും സഭയിൽ ഭിന്നസ്വരമാണ്. സഭയിൽ മാത്രമല്ല BJPയിലും ഭിന്നസ്വരമാണ് എന്ന് കൂടി എനിക്ക് കൂട്ടി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിനകത്ത് ചന്ദ്രശേഖരന്റെ കൂടെ ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒരൊറ്റ BJP നേതാവ് ഇതുവരെ ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയോ? ഇങ്ങോട്ട് വിളിച്ചൊരു ബൈറ്റ് തന്നോ? രഹസ്യമായി സംസാരിക്കുന്നുണ്ട് പലരും ആളുകൾ. പരസ്യമായി വന്നാണ് ഞാൻ പറയുന്നില്ല. അല്ല, ഒരൊറ്റ ആളില്ല. സംസ്ഥാന അധ്യക്ഷൻ പറയും. Meet the editors.